അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, 1947 ഓഗസ്റ്റ് മാസം 15 തീയതി സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷം സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ മഹദിയയിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ അകമഴിഞ്ഞ് സ്തുതിക്കുകയാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും മുസ്ലിം പക്ഷത്തു നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അനേകം ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. അക്കൂട്ടത്തിലേക്ക് സാധാരണയിൽ കവിഞ്ഞ പുതിയതൊന്നും പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും സ്വാതന്ത്ര്യദിനത്തെ സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നതിനപ്പുറത്തേക്ക് കൂടി ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതലാണ് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രത്തെ പല ഘട്ടങ്ങളായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അക്കൂട്ടത്തിൽ കൂടുതൽ താല്പര്യത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യദിനം ശരിക്ക് ഏകദേശം തുടങ്ങുന്നത് 1498 മുതലാണ് എന്നാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ വൈദേശിക ആധിപത്യത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച വിവിധ ശക്തികളിൽ ആദ്യത്തെ ശക്തി പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയത് മുതൽ നിരന്തരമായ അക്രമങ്ങൾക്ക് ഈ രാജ്യം വിധേയമാക്കപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഈ പ്രതിഷേധത്തെ നമ്മൾ സ്വാതന്ത്ര്യ സമരമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയം അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഏകദേശം ഒരു 400 കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ സമരം എന്ന് പറയുന്നത്. ആ സമരത്തിന് അന്ന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ അത് സാഹിത്യ രംഗത്തും അതുപോലെ സൈദ്ധാന്തികമായി അതിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അതേപോലെ പോർച്ചുഗീസുകാർക്കെതിരെ അതിശക്തമായ സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാരും അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ എല്ലാ മതസ്ഥരുടെയും പിന്തുണയോടുകൂടി കേരളത്തിലെ ജനത നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ അത് വിസ്മരിച്ചുകൊണ്ടാണ് ആധുനിക ചരിത്രകാരന്മാർ, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ചരിത്രകാരന്മാർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. രണ്ടാമത്, ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കാണാം, 1757 ഒന്നാം പ്ലാസി യുദ്ധം നടക്കുന്നു. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയാണ് ഒരു ഭാഗത്ത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇതാണ്. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്കുള്ള റോൾ എന്താണ്? നിലവിലെ ഇന്ത്യ രാജ്യത്തിലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ഒരു അന്യതാബോധത്തോടു കൂടി സമീപിക്കുന്ന പ്രവണതയുണ്ട്. നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മുസ്ലിം സമൂഹം നൽകിയ സംഭാവനകളെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ പരിശോധിച്ചാൽ ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് 800 വർഷക്കാലത്തെ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണകൂടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ തുടർച്ച എന്നോണം ഇന്ത്യയെ ആക്രമിക്കുവാനും ആധിപത്യം സ്ഥാപിക്കുവാനും ഇവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനും ശ്രമിച്ചിട്ടുള്ള വൈദേശിക ശക്തികൾ, അത് പോർച്ചുഗീസുകാരാകട്ടെ, ഡച്ചുകാരാകട്ടെ, ഫ്രഞ്ചുകാരാകട്ടെ, ബ്രിട്ടീഷുകാരാകട്ടെ, അവസാനം വന്നത് അവരാണ്. ഇവർക്കൊക്കെ എതിരെ അതിശക്തമായ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ മക്കൾ നടത്തിയത്. ആ പോരാട്ടങ്ങളിൽ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മുസ്ലിം സമൂഹം, അല്ലെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം ഗ്രന്ഥങ്ങൾ എഴുതുന്നു, അവർക്കെതിരെ ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം കേട്ടുകൊണ്ട് കുഞ്ഞാലി മരക്കാർമാർ 4 ആളുകൾ പോരാട്ട ഭൂമിയിലെത്തുന്നു. നിരന്തരമായ പോരാട്ടങ്ങൾ. സുൽത്താൻ മുഹമ്മദ് കാസിമി, ഷാർജയിലെ ഭരണാധികാരി, അദ്ദേഹം ദ മിത്ത് ഓഫ് അറബ് പൈറസി എന്നൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഏകദേശം
100 വർഷക്കാലം നീണ്ടു നിന്ന ഈ പോരാട്ടം, പോർച്ചുഗീസ് മുതൽ ഇന്ത്യ വരെയുള്ള ഒട്ടുമുക്കാൽ പ്രദേശങ്ങളും തീരപ്രദേശങ്ങൾ പോർച്ചുഗീസുകാർ കൈയടക്കിയപ്പോഴും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ പോർച്ചുഗീസുകാർക്ക് അധീനപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം മാപ്പിളമാരുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും പോരാട്ട വീര്യമായിരുന്നു അതിൻ്റെ കാരണം. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇതേ നമുക്ക് കാണാൻ കഴിയുന്നത് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അക്രമത്തിന് മുതിരുന്നു. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കുവാനും മുന്നോട്ട് വരുന്നത് സിറാജുദ്ദൗലയാണ്. ബംഗാളിലെ നവാബായിരുന്നു സിറാജുദ്ദൗല. അദ്ദേഹം ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു. അപ്പോൾ സിറാജുദ്ദൗല ആ യുദ്ധത്തിൽ പരാജയപ്പെടുന്നതോടുകൂടിയാണ് നോർത്ത് ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരുന്നത്. ഇനി കേരളം ഉൾക്കൊള്ളുന്ന സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ 1792 ഒന്നാം ശ്രീരംഗപട്ടണ യുദ്ധവും അതിനുശേഷം തുടർന്ന് 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നടന്ന രണ്ടാം ശ്രീരംഗപട്ടണം യുദ്ധവും, മൈസൂർ യുദ്ധം. മൈസൂർ ബ്രിട്ടീഷ് വാറിൻ്റെ അതോടുകൂടിയാണ് സൗത്ത് ഇന്ത്യയിലും ഈ പറയപ്പെടുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കാലഘട്ടങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചിരുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹമായിരുന്നു എന്നാണ്. അവർ മാത്രമായിരുന്നു എന്ന് പറയുകയല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണമുണ്ട്. 800 വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ച ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് അവർ നൽകിയ സംഭാവനകളൊക്കെ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. ഡൽഹിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. താജ്മഹലും അതുപോലെ ആഗ്ര കൊട്ടാരവും ഫത്തഹ്പൂർ സിക്രിയും ഹുമയൂൺ ടോംബും അങ്ങനെ തുടങ്ങി അനേകം, കുത്തുബ് മിനാറും, ഇനിയിപ്പോൾ ഹൈദരാബാദിൽ പോയാൽ ചാർമിനാറും അതുപോലെയുള്ള വസ്തുക്കളൊക്കെ നമുക്കൊരു ഭാഗത്ത് കാണാം. ലക്നൗയിലെ ഇമാംബാഡ, അതുപോലെയുള്ള ഫുൽഫുലയ്യ, ഇങ്ങനെ അനേകം നിർമ്മിതികൾ കൊണ്ട് ഈ രാജ്യത്തെ സമ്പന്നമാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഭരണാധികാരികൾ അവരായിരുന്നു ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഈ അധികാരം പിടിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ ഒന്നാമത്തേതല്ലാത്ത സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും എന്തുകൊണ്ടാണ് അതിൻ്റെ അവസാനം രാജാവായി അഭിഷപ്തനായി അല്ലെങ്കിൽ രാജാവായി അന്നത്തെ ആ കലാപകാരികൾ, ഇന്ത്യയിലെ മുഴുവൻ ഡൽഹി കേന്ദ്രീകൃതമായിട്ടുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ മതവിഭാഗങ്ങളും കൂടിയിട്ട് ഭരണാധികാരിയായി അന്ന് തിരഞ്ഞെടുക്കുന്നത് ബഹദൂർ ഷാ സഫറിനെയാണ്. എന്തുകൊണ്ടാണ് ബഹദൂർ ഷാ സഫറിനെ തിരഞ്ഞെടുക്കുന്നത്? അദ്ദേഹം സ്വാഭാവികമായും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സമരങ്ങളുടെയൊക്കെ നേതൃത്വം അവരുടെ കയ്യിലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഇനി അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ മലബാർ ഉൾക്കൊള്ളുന്ന ഈ പ്രവിശ്യയിലൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദീർഘമായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ ചരിത്രത്തിൽ 1832 മുതൽ എന്ന് പറഞ്ഞാൽ ഈ മൈസൂരിലെ ഭരണം നഷ്ടപ്പെട്ട് ഒരു 30 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാരുമായി നിരന്തരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സമൂഹം എത്തുന്നു. എന്താണ് കാരണം? ഇവിടെ ഇല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കുടിയാന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ജന്മിമാരുടെ എല്ലാ താന്തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു ഭരണ സംവിധാനമായി ബ്രിട്ടീഷുകാർ മാറിയപ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കുവാനും അതിനെതിരെ പ്രതിഷേധിക്കുവാനും ഈ രാജ്യത്തെ കുടിയാന്മാരും പിന്നോക്കക്കാരും പാവങ്ങളുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഈ പറയപ്പെടുന്ന പോലെയുള്ള മലബാറിലെ പോരാട്ടങ്ങൾ. 1932 മുതൽ 1921 വരെ 90 വർഷക്കാലം തുടർന്നു പോയ ആ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് എല്ലാ മതവിഭാഗങ്ങളെയും കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ മുസ്ലിങ്ങളുണ്ടായിരുന്നു, മാപ്പിളമാരുണ്ടായിരുന്നു. മാത്രമല്ല പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാട്ടത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് പലപ്പോഴും ഈ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളായിരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ അവർ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് നേരെ അവർ ഇവരുമായിട്ട് പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അധിനിവേശ വിരുദ്ധ ശക്തികൾക്കെതിരെ ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് മനസ്സിലാക്കിയ സമൂഹമായിരുന്നു ഇവിടുത്തെ മാപ്പിളമാരും മുസ്ലിങ്ങളും. പക്ഷേ ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു എന്നത് വലിയ ദുഃഖകരമായൊരു കാര്യമാണ്. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ചരിത്ര പഠനം നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ മൗലാന ഹസ്രത്ത് മൊഹാനി, ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണ്, ആധുനിക അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുകയാണെങ്കിലും ഇതേപോലെ നിരവധി നാമങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഹസ്രത്ത് മൊഹാനിയെക്കുറിച്ച് പറയപ്പെടുന്നത്, ഹസ്രത്ത് മൊഹാനി
അദ്ദേഹം ഒരു വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹസ്രത്ത് മൊഹാനി ആണ് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഗാന്ധിജി അടക്കമുള്ള ആളുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ഇൻഖിലാബ് സിന്ദാബാദ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ, അപ്പോൾ ആസാദെ കാമിൽ എന്ന പേരിൽ അദ്ദേഹം ഒരു വലിയ ഒരു സ്ലോഗൻ മുന്നോട്ട് വെക്കുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അതാണ് പിൽക്കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫ്രീഡം മൂവ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന കോൺഗ്രസ് അവരുടെ ഒരു അജണ്ടയായി പൂർണ്ണ സ്വരാജ് എന്ന പേരിൽ പിൽക്കാലത്ത് അവർ മുന്നോട്ട് വെക്കുന്നൊരാശയം. 1919 തന്നെ ഹസ്രത്ത് മൊഹാനി പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങളൊക്കെ അവരുടേതായ വലിയ പങ്ക് വഹിച്ചു. ഇപ്പോൾ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആസാദ്, അദ്ദേഹത്തിൻ്റെ തെർക്കെ മുവാലാത്ത് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, തെർക്കെ മുവാലാത്ത്. തെർക്കെ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിപൂർണമായി നിസ്സഹകരണം എന്നതാണ്. സഹകരണം അവസാനിപ്പിക്കുക, തെർക്കെ മുവാലാത്ത്. ഈ തെർക്കെ മുവാലാത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് രൂപമായി പിൽക്കാലത്ത് കോൺഗ്രസ് അതിനെ സ്വീകരിക്കുകയും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു ബൃഹത്തായ മൂവ്മെൻറ്റായിട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 35-ാം വയസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഈ നോൺ കോപ്പറേഷനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ യൂസുഫ് മെഹ്റലിയെ പോലെയുള്ള പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് ഈ രംഗത്ത്, അബ്ദുൽ ഹാഫിസ് മുഹമ്മദ് ബറക്കത്തുള്ള, അദ്ദേഹം ഇതുപോലെ വലിയ സംഭാവനകൾ അൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി, ഫ്രണ്ടിയർ ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം വലിയ സേവനങ്ങൾ, ഖുദായെ ഖിദ്മത്ത്ഗാർ എന്ന പേരിൽ അദ്ദേഹം ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും 1929 ആ മൂവ്മെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം അവസാനം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഇന്ത്യ വിഭജനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അലി ബ്രദേഴ്സ്, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു. ഇന്ത്യൻ യൂണിയൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിരുന്നു. വട്ടമേശ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. ഗാന്ധിജിയെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അഷ്ഫാഖുള്ള, അതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ഒരുപാട്, അതുപോലെ ബഹുമാന്യനായ അൻസാരി സാഹിബ്, റഹ്മത്ത് ഷാ, അതുപോലെ അഹമ്മദ് സിദ്ദീഖി, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭ, ഇവരെ ഓരോരുത്തരെക്കുറിച്ചും പറയുകയാണെങ്കിൽ തന്നെ ദീർഘമായ ചർച്ചകൾ നമുക്ക് ഈ വിഷയ സംബന്ധമായിട്ട് ആവശ്യം വരും. അപ്പോൾ പിന്നെ ബീഗം ഹസ്രത്ത് മഹലിനെ പോലെയുള്ള മഹിളാരത്നങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ അവരിലേക്കൊന്നും വിശദമായിട്ട് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഘട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ദീർഘമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ കൂടുതൽ പഠിക്കുമ്പോഴാണ് ഈ രാജ്യം നമ്മുടേത് കൂടിയാണ്, ഈ രാജ്യത്ത് നിർമ്മിച്ചെടുത്തതിൽ നമുക്ക് വലിയ പങ്കുണ്ട്, നമ്മുടെ മുൻഗാമികൾക്ക് വലിയ പങ്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മളുണ്ടാകാം. ഇത്തരം സ്ഥലങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ കാണാൻ ശ്രമിക്കണം. ഇപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കണം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അനേകം സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു പ്രദേശമാണ് ഡൽഹി. ആഗ്രയിലെ കൊട്ടാരങ്ങൾ, അതുപോലെ ഫത്തഹ്പൂർ സിക്രി, അതുപോലെ ഇന്ത്യൻ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കാണുകയും അറിയുകയും അത് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ രാജ്യത്തെ രാജ്യമാക്കി കെട്ടിപ്പടുക്കുക മാത്രമല്ല, ആ രാജ്യത്തെ ചൂഷണം ചെയ്യാൻ വന്ന വൈദേശിക ശക്തികൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നമ്മുടെ അവകാശങ്ങളൊന്നും പോലും നഷ്ടപ്പെടാതെ അത് സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഒരു പോരാട്ടം, അത് ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് കൂടി വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ന് രാജ്യം പലപ്പോഴും ഇത്തരം സ്മാരകങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ കൂട്ടുനിൽക്കുകയും ബ്രിട്ടീഷുകാർക്ക് പാദസേവ നടത്തുകയും ചെയ്ത ആളുകൾക്ക് വലിയ അംഗീകാരങ്ങൾ കിട്ടുകയും ചെയ്യുന്ന
ഒരു വളരെ ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നിലവിലെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചരിത്രം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും നമ്മുടെ പുതിയ തലമുറകൾക്കും കുട്ടികൾക്കുമൊക്കെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ പുസ്തകങ്ങളിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഈ ചരിത്രങ്ങളൊന്നും മറന്നുപോയിക്കൂടാ. ഇതൊന്നും വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് അവയെ നമ്മൾ ഒരു കാരണവശാലും എറിഞ്ഞു കൊടുത്തുകൂടാ. മറിച്ച് അതൊക്കെ തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിനെ സംവിധാനങ്ങൾ അതിനെ മറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളതിനെ കൂടുതൽ പഠിക്കാനും വായിക്കാനും തയ്യാറാവുകയും നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും ഒക്കെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ഇത്തരം ശ്രമങ്ങളൊക്കെ. നിങ്ങൾ മഹ്ദിയയിലെ വിദ്യാർത്ഥിനികൾ എന്ന അർത്ഥത്തിൽ നിങ്ങളതിൻ്റെ ഒക്കെ പ്രചാരകരാകണം. എല്ലാവരും അത്തരം വിഷയങ്ങളിൽ വലിയ താല്പര്യം കാണിക്കണമെന്നും നിങ്ങൾ എന്ത് വിഷയം പഠിച്ചാലും ചരിത്രം വളരെ ഒരു പ്രമുഖ വിഷയമായിട്ട് മനസ്സിലാക്കി, നിങ്ങൾ കഥകളാണല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ആസ്വദിച്ച് പഠിക്കാൻ കഴിയും, അങ്ങനെ നിങ്ങൾ അതിൻ്റെ പ്രചാരകരാകണം എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോടൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.